പേഷ്യൻസിന് നീഡിൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇറങ്ങി ഓടും. ഇനിഷ്യലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് എൻ്റെ അടുത്ത് വന്നത് പെയിൻ റിലീഫിനാണ്. അപ്പം നമ്മൾ മരുന്നുകൾ ഈ പറഞ്ഞതുപോലെല്ലാം ഓപ്റ്റിമൈസ് ചെയ്തു. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറോ ഒരു ഇന്റർവെൻഷണൽ പെയിൻ മറ്റു പെയിൻ കില്ലറിനേക്കായോ സർജറിയൊക്കെ ബെനിഫിറ്റ് ആണെന്ന് തോന്നുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചിലവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, ചിലർ പേഷ്യൻസിന് അത് അണ്ടർസ്റ്റാൻഡിങ് അവരുടെ സിമ്പിൾ ലാംഗ്വേജിൽ അവിടെ മനസ്സിലാക്കി എന്താണ് നിങ്ങളുടെ അസുഖം, എന്താണ് ഞാൻ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് കൂടുതൽ കൊണ്ട് നമുക്ക് ഇത് റിലീഫ് കിട്ടില്ല എന്ന് അവരെ കൺവിൻസ് ചെയ്യുക. ഇപ്പോൾ മസിലാണോ പ്രശ്നം, നെർവ് ആണോ പ്രശ്നം, ജോയിന്റ് ആണോ, നമ്മൾ കറക്റ്റായിട്ട് മരുന്നുകൾ കഴിച്ചു, ഇനി നമ്മൾ വേദന സംഹാരികൾ കഴിക്കാം. അപ്പം നമുക്കറിയാം ഒരു ടോക്സിസിറ്റി ഇൻഡെക്സിൽ ഈ വേദന സംഹാരികൾ കുറച്ചും കൂടെ മേളിലാണ്, വളരെ മേളിലാണ്. അപ്പോൾ ഇത് ഒരുപാട് കാലം അങ്ങനെ 1-2 ദിവസം നമുക്കൊരു വേദനയ്ക്ക് മരുന്ന് കഴിക്കാം. നല്ലത് വേദന സംഹാരികൾ ഒരു മരുന്നായിട്ട് കഴിച്ച് തുടരാൻ പറ്റില്ല. കാരണം അതിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം, കിഡ്നി പ്രശ്നങ്ങളും ലിവർ പ്രശ്നങ്ങളും. അപ്പോൾ ഇവരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഇവരുടെ പ്രശ്നം എന്ന് ഇപ്പോൾ അവിടെ നമുക്ക് അൾട്രാസൗണ്ടും ഇമേജും ഒക്കെ ഉണ്ട്. മേ ബി അവരെ നമുക്ക് കാണിക്കുകയും ചെയ്യാം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇത് നെർവിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ടെൻഡനിലാണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കൺവിൻസ് ചെയ്ത് വിടുമ്പോൾ കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്യണം. അതിന് നമ്മുടെ ടീമിൽ ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെയും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും ഇതിന്റെ ഒരു പെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പലപ്പോഴും അവരെ കൺവിൻസ് ചെയ്ത് ഇന്റർവെൻഷനിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക പേഷ്യൻസും അത് അംഗീകരിക്കുകയും അവർ വില്ലിങ്നെസ് ആയിട്ട് വരികയും ചെയ്യുന്നതാണ് കാണാറുള്ളത്.